കഴിഞ്ഞ ദിവസം വാഹനാപകടത്തിൽ മരണപ്പെട്ട വണ്ടിപ്പെരിയാർ 55 മൈൽ സ്വദേശി തോമസിന്റെ മരണത്തിന് ഇടയാക്കിയ വാഹനം പോലീസ് കസ്റ്റഡിയിലെടുത്തു. വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശിയുടെ വാഹനമാണ് തോമസിനെ ഇടിച്ചത്. പ്രതിയെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടികൾ ആരംഭിച്ച പോലീസ്. റെയിൻബോ ന്യൂസ് വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് സ്വസ്ഥ ആയുർവേദ റിട്രീറ്റ്, ചെമ്പക്കുളം ആയുർവേദ ഹോസ്പിറ്റൽ, തേക്കടി, കുമിളി. ഒക്ടോബർ 22-ാം തീയതിയാണ് 55 മൈൽ സ്വദേശിയായ വണ്ടിപ്പെരിയാർ മുബാറക് ട്രേഡേഴ്സിലെ ജീവനക്കാരൻ തോമസിനെ ബന്ധുക്കൾ മരിച്ച നിലയിൽ റോഡ് സൈഡിൽ നിന്നും കണ്ടെടുക്കുന്നത്. ഉടൻ തന്നെ വീട്ടുകാർ പീരുമേട് താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണം അതിനു മുമ്പ് തന്നെ സംഭവിച്ചിരുന്നു. വാഹനാപകടത്തിലാണ് മരണം സംഭവിച്ചതെന്ന് സ്ഥിരീകരിച്ചെങ്കിലും ഏത് വാഹനമാണ് ഇടിച്ചത് എന്ന് കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. കഴിഞ്ഞ ഒരാഴ്ചക്കാലമായി പീരുമേട് സർക്കിൾ ഇൻസ്പെക്ടർ ഗോപി ചന്ദ്രന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം CCTV-കൾ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് വണ്ടിപ്പെരിയാർ ചുരക്കുളം സ്വദേശി വിഘ്നേഷിന്റെ വാഹനമാണ് തോമസിനെ ഇടിച്ച് കൊലപ്പെടുത്തിയതെന്ന് കണ്ടെത്തുകയാണ് ഉണ്ടായത്. വണ്ടിപ്പെരിയാർ ചുരക്കുളം എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിക്കാണ് വാഹനം പാർക്ക് ചെയ്തിരുന്നത്. ഇത് മനസ്സിലാക്കിയ പീരുമേട് പോലീസ് സ്ഥലത്തെത്തി ഇൻക്വസ്റ്റ് തയ്യാറാക്കി വാഹനം കസ്റ്റഡിയിലെടുക്കുകയും ചെയ്തു. ഇതിനിടയിൽ സംഭവത്തെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെ: തമിഴ്നാട്ടിലെ ചെണ്ടമേളം കഴിഞ്ഞ് തിരികെ കരടിക്കുഴിയിലെ വീട്ടിലേക്ക് പോവുകയായിരുന്ന വിഘ്നേഷിന്റെ വാഹനം തോമസിനെ ഇടിച്ചു തെറിപ്പിക്കുകയായിരുന്നു. എന്നാൽ മദ്യലഹരിയിലായിരുന്ന വിഘ്നേഷ് വീട്ടിലേക്ക് പോവുകയും ചെയ്തു. പിന്നീട് അവിടെ നിന്നും വിഘ്നേഷ് രാവിലെ തമിഴ്നാട്ടിലേക്ക് പോകുകയാണ് ഉണ്ടായത്. ഇന്നലെ വൈകുന്നേരത്തോടു കൂടിയാണ് ഇയാളെ കസ്റ്റഡിയിലെടുക്കാനുള്ള നടപടിക്രമങ്ങൾ പോലീസ് ആരംഭിച്ചിരിക്കുന്നത്. സംഭവത്തിൽ ദുരൂഹതയുണ്ടോ എന്ന് പോലീസ് അന്വേഷിച്ചു വരികയുമാണ്. വാഹനം ഇടിച്ചതിൽ തോമസിന്റെ തലക്കേറ്റ ഗുരുതരമായ ക്ഷതമാണ് മരണത്തിന് ഇടയാക്കിയത് എന്ന് വ്യക്തമാവുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, വണ്ടിപ്പെരിയാർ.